അടുത്ത വണ്ടിയാണ് സ്പെഷ്യൽ വണ്ടി. നമ്മുടെ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലക്കുള്ള വണ്ടി. എത്ര? 22,000. എല്ലാം കിലോമീറ്റർ ജെന്യൂൻ ആണ്. അതിനകത്താണ് ക്വാളിറ്റി. അതാണ് ക്വാളിറ്റി. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫേക്ക് കിലോമീറ്റർ കൊടുക്കുന്നതിനേക്കാൾ നല്ല ജെന്യൂൻ കിലോമീറ്റർ. ഏത് വണ്ടി എടുത്താലും ടയർ കണ്ടീഷനേക്കാളും കൂടുതൽ കൊടുക്കുന്ന ഗുഡ് ക്വാളിറ്റി. ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. 3 ക്ലാസിക് 350 ഉണ്ട് ഡൽഹിക്കുണ്ട്. സിംഗിൾ ഓർഡർ വണ്ടിക്ക് ഒരു 1.5-1.55 ആ റേഞ്ച് ഒക്കെ വരാൻ സാധ്യത വരും. നമ്മൾ ഓഫറിന് കൊടുത്തേക്കാം. ഇത്രയും സെറ്റപ്പ് വണ്ടി ഓഫർ റേറ്റ് കിട്ടില്ല. എത്ര പെട്ടെന്ന് വാങ്ങിക്കോളൂ. ഇന്ന് എല്ലാം ഓഫറാണെന്ന്. ഇനാഗുറേഷൻ ഓഫർ എന്ന് പറയാൻ പറ്റും. വെറും 35,000 രൂപ അല്ലേ? 35,000 രൂപ ഹോർനെറ്റ് നല്ല ക്ലീൻ പീസ് ഉണ്ട്. നമുക്ക് ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ 10,000 ഡൗൺ പേയ്മെന്റ് കേട്ടോ. പറയണ റേറ്റ് നോക്കണ്ട, ഞാൻ എന്തെങ്കിലും കുറച്ച് തരുന്നിരിക്കും. പറയുന്ന റേറ്റ് നോക്കണ്ട, നമുക്കൊരു മാർക്കറ്റ് റേറ്റ് പറയണമല്ലോ. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ടേബിളിന്റെ ഫ്രണ്ടിലേക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് കുറക്കാം. അതും ഒരു സ്ഥലത്തും കിട്ടില്ലാത്ത പ്രൈസിന് കൊടുത്തേക്കാം. ഒരു സ്ഥലത്തും കിട്ടാത്ത വിലക്ക് ഈ വണ്ടി കൊടുക്കുമോ? കമ്പനി സർവീസ്. അതിനകത്ത് LED ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് അലോയില് ഡിസ്ക്, ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ വന്നെ ഏറ്റവും കൂടിയ വേരിയന്റ് ഉണ്ട്. അതായത് നല്ല ഒറിജിനൽ പുത്തൻ ടോളിൻസ് ബ്രാൻഡിന്റെ ഒറിജിനൽ നല്ല റീസോൾഡ് ടയർ അല്ല, ഒറിജിനൽ ടയർ ആണ്. വെറും 22,000 റെഡി ക്യാഷിന് വണ്ടി ഉണ്ട്. നമുക്ക് ആ വണ്ടി കണ്ടു വന്നാലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു പുതിയ യൂസ്ഡ് ബൈക്ക് ഷോറൂം പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നേക്കാണ്. വേറെ എവിടെയല്ല, നമ്മുടെ മെട്രോ കണ്ടോ, മെട്രോ പില്ലർ, മെട്രോ സ്റ്റേഷൻ എല്ലാം ഉണ്ട്. ഇതേ വൈറ്റില മേൽപ്പാലം, എറണാകുളം ജില്ലയിൽ വൈറ്റില ജംഗ്ഷനിലുള്ള M17 മോട്ടോ ഹബ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഗൈസ് ഞാൻ ഉള്ളത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആളുണ്ട് ഇവിടെ, പരിചയപ്പെടുത്തണ്ടേ? നമ്മുടെ മാഹിൻ ബ്രോ. നമ്മുടെ ബൈക്ക് മാർട്ടിന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. നമ്മുടെ മാഹിന അറിയാൻ പറ്റുമോ? നാസ്രിക്കയുടെ മോനാണ് അല്ലേ? പുതിയ സംരംഭമാണ്. എത്ര ആളെ തുടങ്ങിയിട്ട്? ഒരു 2 വീക്സ് അപ്പോ 3 വീക്സ് ആണ്. 3 ആഴ്ച തുടങ്ങിയിട്ട്. അപ്പൊ ഒരു വീഡിയോ ഓൾറെഡി വന്നായിരുന്നു, വേറെ ചാനലിൽ വന്നായിരുന്നു. വർഷങ്ങളായിട്ടുണ്ട്. ഒരു വീഡിയോ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞായിരുന്നു വൈറ്റില ജംഗ്ഷൻ, മേൽപ്പാലം, മെട്രോ എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. കറക്റ്റ് ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വൈറ്റില ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഫ്ലൈ ഓവർ, എടപ്പള്ളിയിൽ നിന്ന് കുണ്ടന്നൂർ പോണ വഴിക്കുള്ള ഫ്ലൈ ഓവറിന്റെ താഴെയായിട്ട് തന്നെ വരും. ശിവ ടെമ്പിളിന്റെ സൈഡിൽ നിന്ന് ബാക്കോട്ട് വരണം. ബാക്കോട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ. അതായത് പഴയ ബസ് സ്റ്റോപ്പ്, എല്ലാവരും പഴയ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലൊക്കേഷൻ ഇട്ട് ഗൂഗിൾ മാപ്പ് കറക്റ്റ് എത്തിക്കും. ഗൂഗിൾ മാപ്പ് കറക്റ്റ് എത്തിക്കും, കാരണം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നത്. അതുകൊണ്ട് കറക്റ്റ് എത്തിക്കും. അപ്പൊ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി ഏതാണുള്ളത്? ഇന്ന് കുറഞ്ഞ വണ്ടി ഒരു പാഷൻ പ്രോ ഉണ്ട്, 2014 മോഡല്. എത്ര കൊടുക്കാൻ പറ്റും? അതൊക്കെ നമുക്ക് 22,000 രൂപ കൊടുക്കാം. അപ്പൊ 22,000 രൂപക്ക് മുതലുള്ള വണ്ടി ഉണ്ട്. നമ്മുടെ ടോപ്പ് വണ്ടി ഏതാണുള്ളത്? ഏറ്റവും കൂടിയത് ഏറ്റവും കൂടിയത് നിലവിൽ ഇപ്പോ ഉള്ളതില് ഒരു എത്ര ലക്ഷം വരും? അത് പറഞ്ഞാൽ മതി. എത്ര ലക്ഷം വരും എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കുറഞ്ഞ വണ്ടിയാ, സാധാരണ. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഷോപ്പാണ്. പുതിയ വണ്ടികളും കുറഞ്ഞ വണ്ടികളും മീഡിയം, പ്രീമിയം എല്ലാം ഉണ്ട് അല്ലേ? ആയിട്ടാണ്. അപ്പൊ ഏകദേശം നമുക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ പറയുകയാണെങ്കിൽ ഒരു എത്ര വണ്ടികൾ ഉണ്ടാവുന്നത്? ഏകദേശം ഒരു 40 വണ്ടികൾ. ഏകദേശം 40ഓളം വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് വണ്ടികൾ ഓരോന്ന് പരിചയപ്പെടാം. സ്റ്റോക്ക് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അല്ലേ? അതിലെല്ലാ വണ്ടിയുടെ A to Z ഡീറ്റെയിലും 3-4 ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓൺ ടൈം റിപ്ലൈ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് ഉള്ളത്. എൻടോർക്കിന് 2 മോഡൽ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഒരു ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്. ഈ വണ്ടി ഡെലിവറിക്കാണോ? ഈ വണ്ടി ഡെലിവറിക്കാ. ഇത് എത്ര കൊടുത്താ? ഈ വണ്ടി നമ്മൾ അതും ഓഫർ റേറ്റിന് കൊടുത്താ. 2023 വണ്ടി 1,20,000 രൂപ കൊടുത്താണ്. 1,20,000 വണ്ടി കൊടുത്ത്. വേറെ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒപ്പിച്ചെടുക്കാൻ കൊടുക്കാം. പിള്ളേർ വരട്ടെ, നമുക്ക് കൊടുക്കാം. വരുമ്പോ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ആക്റ്റീവ ഇത് ഏതാ മോഡല്? ഇത് 2023 മോഡല്, 32,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? 72,000 രൂപ കൊടുത്തോ, കുഴപ്പമില്ല. 72,000. കീലെസ് വണ്ടിയാ, കീലെസ് വണ്ടി, സ്മാർട്ട് വണ്ടി. 72,000 നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 10 രൂപ 15 രൂപ മതിയാവോ? 15 രൂപ മതിയാവും. 15 രൂപ വണ്ടിയുടെ ബേസസ് അനുസരിച്ചാണ്. അപ്പൊ ഫിനാൻസ് കിട്ടുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് 32,000 വണ്ടിയാണ്, ഗ്യാരണ്ടി വണ്ടിയാണ്. അടുത്ത എൻടോർക്കിന്റെ റേസ് എഡിഷൻ 2 മഞ്ഞയുണ്ട്, ചുമപ്പുണ്ട്. അപ്പൊ ഈ മഞ്ഞ കളർ റേസ് ആണെങ്കിലാ? അത് 2021 മോഡൽ വണ്ടിയാ, സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ. എത്ര ഓടി ഉണ്ടാവും? ഓടണത് ഏകദേശം നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. നോക്കാം, ലൈവായിട്ട് നോക്കാം. നമുക്ക് കിലോമീറ്റർ ഏകദേശം ലോ കിലോമീറ്റർ ആയിരിക്കും. എന്നാലും കിലോമീറ്റർ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ നമുക്ക് കിലോമീറ്റർ പറഞ്ഞില്ല എന്ന് പറയണോണ്ടാണ് ചോദിക്കുന്നത്. 32,000 കിലോമീറ്റർ എല്ലാം ലോ കിലോമീറ്റർ ആയിരിക്കും. ഏകദേശം ഒരു 30-20 റേഞ്ചിലൊക്കെയാണ് നമ്മുടെ കിലോമീറ്റർ വരാം. അപ്പൊ റേറ്റ് എത്ര വരും? എല്ലാം കിലോമീറ്റർ ജെന്യൂൻ ആണ്. അതിനകത്താണ് ക്വാളിറ്റി. അതാണ് ക്വാളിറ്റി. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫേക്ക് കിലോമീറ്റർ കൊടുക്കുന്നതിനേക്കാൾ നല്ല ജെന്യൂൻ കിലോമീറ്റർ. എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പോട്ടെ, വീഡിയോ ഉണ്ട് തന്നെ വരല്ലേ, 60,000 രൂപ കൊടുക്കാം. 60,000 രൂപ കൊടുക്കുകയാണ്. പിന്നെ 60,000 രൂപ നല്ല ക്ലീൻ പീസ് വണ്ടി. റെഡ് ആണെങ്കിൽ 2021, റെഡ് ആണെങ്കിൽ 2022 മോഡല്. അത് നമുക്ക് 70,000 രൂപ കൊടുക്കാം. 70,000. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 70,000 രൂപയാണ്. 15,000 ഡൗൺ പേയ്മെന്റിൽ ബാക്ക് ടയർ മാറി കൊടുക്കും. നമ്മള് ടയർ മാറ്റാനുണ്ടല്ലേ? പിന്നെ ബാക്ക് ടയർ മാറി കൊടുക്കും. ടയർ കാണുമ്പോൾ കുഴപ്പമില്ല, എന്നാലും മാറ്റി കൊടുത്തേക്കാം.
അത്യാവശ്യം ഓടാനുള്ള, എന്നാലും നമ്മൾ പുതിയ ടയർ ഇട്ട് കുട്ടപ്പനാക്കി കൊടുക്കുള്ളൂ. ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും അല്ലേ, ഏത് വണ്ടി എടുത്താലും ടയർ കണ്ടീഷൻ കൂടുതൽ കൊടുക്കുന്നത് ഗുഡ് ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി സേഫ്റ്റി വണ്ടികൾ. ടയർ എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് സംഭവങ്ങളാണ്, പണി പറ്റരുത്. ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആണ്. അടുത്ത 2 NS ഉണ്ട്. NS 160 ആണിത്. ഏതാ മോഡല്? അത് 2021 മോഡല്. എന്ത് വില കൊടുക്കാൻ പറ്റും? 70,000 ആണ് ചോദിക്കണേ. വീഡിയോ കണ്ടുവന്നവർക്ക് 68,000 രൂപ കൊടുക്കാം. 68,000 രൂപ നമ്മുടെ സിംഗിൾ ഓണർ വണ്ടി. 21 സിംഗിൾ ഓണർഷിപ്പ് 68,000 രൂപയാണ്. ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അടുത്ത NS 200. ഇതേതാ മോഡൽ? 2023 മോഡൽ USD 4 വണ്ടി. 2023 മോഡൽ USD 4 വണ്ടി. എന്ത് വില കൊടുക്കാൻ പറ്റും? ഇതും നമുക്ക് കൊടുക്കാം 1,15,000 രൂപ കൊടുക്കാം. 28,000 കിലോമീറ്റർ, 1,15,000. ആ ഒരു 15,000 വണ്ടി, ആ ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതി. 1 ലക്ഷം ഫിനാൻസ് കയറ്റാം. ഫിനാൻസിന്റെ ഡോക്യുമെന്റ് എന്തൊക്കെ വേണം? ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്, ഇത്ര മതി. ഒന്നേ താഴെയാണെങ്കിൽ അപ്പം തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ അതിനോട് റെഡിയാക്കാം. നല്ല എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂരൊക്കെ സ്പോട്ട് എല്ലാം കൊടുക്കാം. കുറച്ച് ദൂരെ ആകുമ്പോൾ ചിലപ്പോ ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി, ഇടുക്കി ഭാഗം, പിന്നെ കാസർഗോഡ്, മലപ്പുറം, ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. മലപ്പുറം ഒക്കെ ഓൺ ടൈമിൽ കിട്ടും. ചിലപ്പോൾ 1-2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. എന്തായാലും ഇരിക്കേണ്ടി വരും. സെറ്റായി കൊടുക്കും. പിന്നെ തലേ ദിവസം നിങ്ങൾ 4 ദിവസം ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ നമ്മൾ ഓൾ കേരള ഫിനാൻസ് റെഡിയാക്കി കൊടുക്കും. ഡെലിവറി ഓപ്ഷൻ വല്ല ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചെയ്ത് കൊടുക്കാം. ഡെലിവറി കൊടുക്കും. പിന്നെ പർച്ചേസും ഉണ്ട്. ഓൾ കേരള പർച്ചേസ്, ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ്, എല്ലാ ഏതെങ്കിലും വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വില കൂട്ടി നമ്മൾ ആ വണ്ടി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. വിൽക്കാൻ ഏതെങ്കിലും വണ്ടി താല്പര്യപ്പെട്ട് വിൽക്കാൻ ആരും വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും. ഏറ്റവും റേറ്റ് കൂട്ടി നമ്മൾ എടുക്കും. ക്വാളിറ്റി വണ്ടിയായാൽ മാത്രം മതി. ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ മാന്യമായ വിലക്ക് നമ്മൾ എടുക്കും. അടുത്ത DO DX ഏതാ മോഡല്? 2023 മോഡല്. സ്മാർട്ട് അല്ല, 2023 മോഡൽ. അത് DO DLX ആണ്. ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടി. 36,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ഫുൾ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ വണ്ടി ഇപ്പൊ എടുത്തിട്ടുള്ളൂ. വണ്ടിയുടെ നമ്പർ 1 മണിക്കൂറായിട്ടുള്ള വണ്ടിയുടെ നമ്പർ ഒന്നും മറക്കുന്നല്ല. നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ പുറത്തു നോക്കാം. എടുക്കാം. എന്ത് വില കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ 75,000 രൂപയാണ് ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ആ 75,000 ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലീൻ പീസ് വണ്ടിയായിട്ട് വീട്ടിലേക്ക് പോകാം. അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ബുള്ളറ്റിന്റെ കളക്ഷൻസ് ഉണ്ടല്ലേ? ഇതൊക്കെ ഏതൊക്കെ മോഡൽസ് ബുള്ളറ്റ് ഉള്ളത്? 3 ക്ലാസിക് 350 ഉണ്ട്. 3 ക്ലാസിക് 2017, 18, 19 350 അല്ലേ? 350 എല്ലാം 350. ഇത് 2000 ഡെസേർട്ട് സ്റ്റോം, ഡുവൽ ഡിസ്ക്, ഫ്രണ്ട് ABS കാര്യങ്ങളൊക്കെ വേണ്ട സിംഗിൾ ഓണർ വണ്ടി. ഫുൾ ഷോറൂം സർവീസ് ആണ്. എന്ത് വില വരും? ഇത് നമുക്ക് ഏകദേശം 1,25,000 രൂപയാണ് ചോദിക്കണേ. ഒരു 1,22,000 രൂപ കൊടുക്കാം. 1,22,000 രൂപക്ക് 2018 ഫിനാൻസ് കയറും. പിന്നെ ഫിനാൻസ് കയറും. എത്ര? 20 രൂപ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കൊടുക്കാം. 20 രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാം. അപ്പൊ ഈ നീല കളർ ആണെങ്കിൽ നല്ല സെറ്റപ്പ് ഉണ്ട്. 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ. 80,000 കിലോമീറ്റർ ഓക്കെയാണ്. 80,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. അതാണ് 80,000 കിലോമീറ്റർ കാണിക്കുന്നത്. ഓരോ 3,500 കിലോമീറ്ററിലും ഫുൾ കറക്റ്റ് സർവീസ് ചെയ്തേക്കണ വണ്ടിയാ. അപ്പൊ ഈ വണ്ടി കഴിഞ്ഞാൽ വേറെ ഒരു പണി ഉണ്ടാവില്ല. നിങ്ങളും കുറച്ച് ഓടിക്കുക, സർവീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. 3,500 കിലോമീറ്റർ ഓടിച്ചേക്കുക, സർവീസ് ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരു പണിയും വരില്ല. ഇത് നമുക്ക് 95,000 രൂപ കൊടുക്കാം. 95,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 35,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ടും ഫിനാൻസും കിട്ടും. പിന്നെ 35,000 ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടുന്നതാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയർ എല്ലാം ഓക്കെയാണ്. അതേ വീണ്ടും അടുത്തത് 2019 മോഡൽ വണ്ടി. സ്റ്റോം കളർ സിഗ്നൽ എന്ന് പറഞ്ഞ സ്റ്റോം വണ്ടിയാണ്. ഇതിലും ഡുവൽ ഡിസ്ക് ആണ്. ഫ്രണ്ട് ചാനൽ ABS കാര്യങ്ങളൊക്കെ വണ്ടിയാ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി എന്ത് വില കൊടുക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഏകദേശം 1,30,000 രൂപ കൊടുക്കാം. 1,30,000 ആ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവുന്ന വിചാരിക്കുന്നു. എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറക്കാം. അടുത്ത കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതുപോലെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും എല്ലാം. അതായത് വണ്ടി എടുക്കാൻ നേരത്ത് നമ്മുടെ മുൻ ഓണറിന്റെ ഫൈന് കാര്യങ്ങൾ ചെലാനെല്ലാം സെറ്റാക്കി നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി നിങ്ങളുടെ പേര് മാറി കൊടുക്കും. ഇപ്പൊ പേര് മാറാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡിലേ ഉണ്ടോ? ഇപ്പൊ കുറച്ച് പാടാണ്. സൈറ്റ് മൊത്തത്തിൽ ബ്ലോക്ക് ആണ്. ഇപ്പൊ ഒരു 2 വീക്സ് ആയിട്ട് സൈറ്റ് ഫുൾ ആയിട്ട് ബ്ലോക്ക് ആണ്. അല്ലാതെ നമ്മുടെ പ്രശ്നമല്ല. നമ്മളെല്ലാം വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മോട്ടിവി വാങ്ങിയെല്ലാം സെറ്റ് ആക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വിട്ടുപോകും അല്ലേ? അടുത്തത് ഹിമാലയൻ ഇരിക്കുന്നുണ്ട്. 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാ. 52,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. നല്ല വണ്ടി. പക്കാ നീറ്റ് വണ്ടി. എന്ത് വില കൊടുക്കാൻ പറ്റും? എന്തായിരിക്കും മാർക്കറ്റ് വില?
ഈ 18 മോഡല്. മാർക്കറ്റ് വില എന്ന് പറയുമ്പോൾ 2018 അല്ലേ? 18 മോഡല് സിംഗിൾ ഓണർ വണ്ടിക്ക് ഒരു 1.55 ആ റേഞ്ച് ഒക്കെ വരാൻ സാധ്യത വരും. നമ്മൾ ഓഫറിന് കൊടുത്തേക്കാം 1,38,000 രൂപ കൊടുത്തേക്കാം. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ് 2018 സിംഗിൾ ഓണർ ഹിമാലയൻ 1,38,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കിട്ടും. കിലോമീറ്റർ എത്രയുണ്ടാവും? 52,000 കമ്പനി സർവീസ്. 52,000 കമ്പനി സർവീസ്. ഇത്രയും സെറ്റപ്പ് വണ്ടി ഓഫർ റേറ്റ് കിട്ടില്ല. എത്ര പെട്ടെന്ന് വാങ്ങിക്കോളൂ. ഇന്ന് എല്ലാം ഓഫറാണെന്ന്. അത്ര ഓഫർ എന്ന് പറയുന്നത് 2020 മോഡൽ വണ്ടി. 20 മോഡൽ വണ്ടിക്ക് എന്ത് മാർക്കറ്റ് ഉണ്ട് പറയാൻ പറ്റുമോ? 2020 എന്ന് പറയുമ്പോ ഒരു 1.10 1.20 ഒക്കെ വരും ഏകദേശം അല്ലേ? ഇതും നമുക്ക് കൊടുക്കാം 88,000 രൂപ. സിംഗിൾ ഓണർ വണ്ടി. 88,000 രൂപ സിംഗിൾ ഓണർ. സോറി, സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്ററും പക്ക കിലോമീറ്റർ. 88,000 രൂപക്ക് നമുക്ക് V3 ഇരിക്കുന്നുണ്ട്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. അപ്പൊ 1,00,000 താഴേക്ക് V3 കൊടുക്കാം. ABS കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. ഒരുവിധ കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ക ക്ലീൻ വണ്ടി. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുത്തു മതി. പിന്നെ ധൈര്യമായിട്ട് ചെക്ക് ചെയ്തു. ഇതിൽ അപാകത വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. അവിടെ നമ്മൾ ചെയ്യണ പോലെ ഇവിടെ നമുക്ക് ആൾക്കാരുണ്ടാവില്ലേ? റെഡി ആയി കൊടുക്കാം. ഓക്കെ, ഡ്യൂക്ക് ഇരിക്കണ്ടല്ലോ ഒരെണ്ണം. പിന്നെ ഡ്യൂക്ക് ഇരിക്കണ്ട് 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഡ്യൂക്ക് ഇനി വരാനുണ്ട് നമുക്ക്. വണ്ടി വരാനുണ്ട്. ഇന്നലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പുതിയ സ്റ്റോക്ക് വരാനുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വണ്ടികൾ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ വണ്ടി സ്ഥലക്കുറവും പിന്നെ പോളിഷിംഗ് സെന്ററിൽ വാട്ടർ സർവീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനും വച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് എടുത്തോണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. പയ്യന്മാര് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ എന്ത് വില വരും? ഇതാകുമ്പോ നമുക്ക് 1,20,000 രൂപ കൊടുക്കാം. 1.20 ആ 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഡ്യൂക്ക് കിട്ടുന്നതാണ്. അടുത്തത് അവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. നമുക്കത് കാണിക്കാം കേട്ടോ. ഡിയോ ഏതൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ? നല്ല ഡിയോ ഉണ്ട്, എൻഡോർക്ക് ഉണ്ട്, ജുപ്പിറ്റർ ഉണ്ട്, എല്ലാ സ്കൂട്ടേഴ്സും ഉണ്ട്. ഇവിടെ ഒരു കുറച്ച് വണ്ടികളുണ്ട്. ഇവിടെ കുറച്ച് ബൈക്ക് ഇരിക്കുന്നുണ്ട്. TVSന്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. നമുക്ക് അപ്പാച്ചി ഇരിക്കുന്നുണ്ട്, ഹോർണറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പൊ 2019 അപ്പാച്ചി എന്ത് വില വരും? RTR 160 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. റെഡ് കളർ വണ്ടി. നമ്മുടെ വില നമുക്ക് ഏകദേശം 55,000 രൂപ കൊടുക്കാം. 55,000 രൂപ 2019 ഫിനാൻസ് കിട്ടും. പിന്നെ ഫിനാൻസ് കിട്ടും. 10 രൂപ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. 10 രൂപ അടച്ചാൽ മതി. ഹോർണറ്റ് 2017 മോഡൽ വണ്ടി. പക്ക ക്ലീൻ വണ്ടിയാണ്. ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എടുത്തോണ്ടോ. അത്രയും ക്ലീൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 35,000 രൂപ കൊടുക്കാം. 35,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ്. അതിനകത്ത് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്തും കൊടുക്കാം. വെറും 35,000 രൂപ അല്ലേ? 35,000 രൂപ ഹോർണറ്റ് നല്ല ക്ലീൻ പീസ് ഉണ്ട്. ഫിനാൻസ് കിട്ടില്ല. റെഡി ക്യാഷ് 35,000 രൂപ വണ്ടി എടുക്കണം. പിന്നെ അടുത്തത് പൾസർ 150 ഇരിക്കുന്നുണ്ട്. 110 X ഇരിക്കുന്നുണ്ട് CT. ഈ പൾസർ നമുക്ക് എങ്ങനെ? 2021 മോഡൽ വണ്ടിയാണ്. 21 മോഡൽ 65,000 രൂപ കൊടുക്കാം. 65,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഓണർഷിപ്പ് വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്നതാണ്. അടുത്തത് CT ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ 10,000 ഡൗൺ പേയ്മെന്റ് കേട്ടോ. അടുത്ത CT 110 X ആണെങ്കിലോ? അതാകുമ്പോ 2023 മോഡല്. 23 മോഡല്. അത് ഏകദേശം നമുക്കൊരു 65,000 രൂപ കൊടുക്കാം. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000 രൂപ ആസ്കിംഗ് പ്രൈസ്. നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷിയേറ്റ് ചെയ്യാൻ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 75. പറയണ റേറ്റ് നോക്കണ്ട. ഞാൻ എന്തെങ്കിലും കുറച്ച് തന്നിരിക്കും. പറയണ റേറ്റ് നോക്കണ്ട. നമുക്കൊരു മാർക്കറ്റ് റേറ്റ് പറയണമല്ലോ. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ടേബിളിന്റെ ഫ്രണ്ടിലേക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് കുറക്കാം. ജ്യൂസ് ഒക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ആൾക്കാർ വരുമ്പോൾ ജ്യൂസ് കൊടുക്കും. ജ്യൂസ് പപ്സും കൊടുത്തേക്കാം. പറയുന്നുള്ളൂ കൊടുക്കണോട്ടാ. ആൾക്കാരെ അവസാനം പപ്സ് ഇട്ടില്ലാത്ത കമ്പനിയുടെ വിട്ടാ. എന്തായാലും കൊടുത്തേക്കും. ഞങ്ങൾക്ക് തന്നെ പപ്സ്. അടുത്തത് പ്ലാറ്റിന. പിന്നെ പ്ലാറ്റിന 2024 മോഡൽ വണ്ടി. അതും ഒരു സ്ഥലത്തും കിട്ടില്ലാത്ത പ്രൈസിന് കൊടുത്തേക്കാം. ഒരു സ്ഥലത്തും കിട്ടാത്ത വിലക്ക് ഈ വണ്ടി കൊടുക്കുമോ? എന്താ വില? ഞങ്ങൾ 68 ചോദിക്കുന്നത്. 65,000 രൂപ കൊടുക്കാം. 13,000 കിലോമീറ്റർ കേട്ടോ. 65,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നല്ല ക്ലീൻ പീസ് പുതിയ വണ്ടിയാണ്. ആ ഒരു 10 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് HF 2023 മോഡൽ HF രണ്ടെണ്ണം ഉണ്ട്. അതിനകത്ത് ഇത് HF ഡീലക്സ്, മറ്റേത് HF 100 ആണ്. ഇത് നമുക്ക് ഏകദേശം 52,000 രൂപ കൊടുക്കാം. 2023 മോഡൽ വണ്ടി 52,000. അതെ, നല്ല വണ്ടിയാണ്. രണ്ടും ക്ലീൻ വണ്ടി. 52 അല്ല, അത് 2024 മോഡൽ വണ്ടിയാ. അതിന്റെ വില 50,000 രൂപയാണ്. 23 ആണ്, അത് 24 ആണ്. അത് 50,000 കിലോമീറ്റർ. പക്ഷെ 50,000 രൂപ കൂടാ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. പിന്നെ ഇറക്കാൻ പറ്റും. 10 രൂപ 8 രൂപ മതി. ഇനി നമുക്ക് ഒരു 22,000 വണ്ടി പറഞ്ഞില്ലേ? അതെ, അത് കാണിക്കണം. അതിന് മുന്നേ ഒരു വണ്ടി കൂടി ഉണ്ടല്ലേ? പിന്നെ വണ്ടി ഇത് 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ കമ്പനി സർവീസ് വന്ന വണ്ടി. 2 വർക്ക് പെൻഡിങ് ഉണ്ട്. പെയിന്റ് ടച്ച് ചെയ്യാനുണ്ട്, കോൺസെപ്റ്റിന്റെ വർക്ക് ഉണ്ട്. നമ്മൾ എന്തുണ്ടെങ്കിലും അത് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വർക്ക് ചെയ്യാനുള്ള വണ്ടി ആയതുകൊണ്ട് മാറ്റി വെച്ചേക്കുന്നത്. എന്തായാലും കൊടുക്കാൻ പറ്റും. നമുക്ക് വർക്ക് ചെയ്യാതെ ആണെങ്കിൽ ഏകദേശം 20,000 രൂപ കൊടുക്കാം. 15 മോഡൽ വണ്ടിയാണ്. വർക്ക് ചെയ്തിട്ടാണെങ്കിൽ 25,000 രൂപ കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 5,000 രൂപ പണി ഉണ്ട്. വണ്ടിയുണ്ട് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതെ. അപ്പൊ നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായോ? ഇനി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ പറയുന്നു. അപ്പൊ ഇനി കാണാൻ പോകുന്നത് 22,000 വണ്ടിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് വെറും 22,000 റെഡി ക്യാഷിന് വണ്ടി ഉണ്ട്. നമുക്ക് ആ വണ്ടി കണ്ടു വന്നാലോ? ഗൈസ്, അടുത്ത വണ്ടിയാണ് സ്പെഷ്യൽ വണ്ടി. നമ്മുടെ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലക്കുള്ള വണ്ടി. എത്ര?
22,000. വെറും 22,000 രൂപ വണ്ടിയാണ്. വണ്ടി വന്നിട്ടുള്ളൂ, സർവീസ് നമ്മുടെ ആള് കൊണ്ടുപോകണം അല്ലേ? 2014 മോഡൽ വണ്ടി, എവിടെയും കിട്ടില്ലാത്ത വില 22,000. ലോകത്ത് എവിടെയും കിട്ടൂല എന്ന് പറഞ്ഞ തള്ളാവോ? ഒരിക്കലും ഇല്ല. 2014 ഇൻഷുറൻസ് കൊടുത്തു നമ്മൾ കൊടുക്കും. ഓണർഷിപ്പ് ഏതാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഈ ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? അത്യാവശ്യം ഉണ്ടല്ലേ? പക്ക കണ്ടീഷനാണ്, ടയർ എല്ലാം ഓക്കെയാണ്. അപ്പൊ നമ്മുടെ വില വരുന്നത് 22,000 രൂപയാണ്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. കുറച്ച് സർവീസ് ബാക്കിയുണ്ട്, സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് വേണ്ടി വണ്ടി പൊട്ടെ വണ്ടി. അപ്പൊ അതേ മുകളിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രിക് വണ്ടി ഒളിച്ചിരിക്കുന്നുണ്ട്. സെയിലായല്ലേ? സെയിലായി പോയി. അപ്പൊ നമ്മൾ ഇലക്ട്രിക് വണ്ടിയും ചെയ്യുന്നുണ്ട്. എല്ലാ പെട്രോൾ മാത്രമേ ഇലക്ട്രിക് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം പിടിക്കും. സൈക്കിളൊന്നും ചെയ്യണല്ലോ. സൈക്കിളും വേണമെങ്കിൽ കൊടുക്കാം. സൈക്കിളും കൊടുക്കും. എയറോപ്ലെയിൻ വേണോ അതും കൊടുത്തേക്കാം. ഇങ്ങനെയൊക്കെ പറയാം. ആൾക്കാരെ പിടിച്ച് ട്രോളൂട്ടാ. എല്ലാവിധ വാഹനങ്ങളും നമുക്ക് കൊടുക്കുന്നതാണ്. ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. അടുത്ത ഫാസിന് ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? ഇത് 2023 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 20,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അതിനകത്ത് LED ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് അലോയില്, ഡിസ്ക്, ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ വന്നെ ഏറ്റവും കൂടിയ വേരിയന്റ് വണ്ടി. ഏറ്റവും കൂടിയ വേരിയന്റ്. നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? 20,000 കിലോമീറ്റർ. 20,000 നമുക്ക് ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ആ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓടിച്ച് പഠിക്കാൻ പോയാലും വീണാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാം സെറ്റാണ്. വണ്ടി അത്ര ക്ലീൻ, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. ഞാൻ പറഞ്ഞത് ഓടിച്ച് പഠിക്കുമ്പോൾ വീണ കുഴപ്പമില്ല. അതായത് മൈലേജും കിട്ടും. ഹൈബ്രിഡ് വണ്ടി ആയതുകൊണ്ട് ഏകദേശം 65 വരെ മൈലേജും കിട്ടും. 65 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്തത് ജൂപ്പിറ്റർ 2021 മോഡല്, ഫാൻസി നമ്പർ ഉള്ള KL07CW 51 നമ്പറുള്ള വണ്ടി. 0051. അതാണ് നമ്മുടെ ഫാൻസി. എന്ത് വില കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ കൊടുക്കാം. 2021 മോഡൽ വണ്ടി. 60,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് തലയിടിക്കാനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമറുടെ സേഫ്റ്റി അതാണ്. അതായത് നമ്മളെ പോലെ പൊക്കം കുറഞ്ഞവർക്ക് കുഴപ്പമില്ല. ഇത്രയും കുറച്ച് പൊക്കമുള്ളവർക്ക് തലയിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് സേഫ്റ്റി നമ്മൾ മുഖ്യമാണ്. അതായത് അടുത്ത വണ്ടി പിന്നെ വരുന്നത് 2022 മോഡൽ ജൂപ്പിറ്റർ ആണ്. ടയർ ഫ്രണ്ടിലേക്ക് കുറവാണ്. ഫ്രണ്ട് ടയർ നമ്മുടെ ഇരിക്കുന്നുണ്ട്. മാറ്റി കൊടുക്കും. നല്ല ഒറിജിനൽ പുത്തൻ ടോളിൻസ് ബ്രാൻഡിന്റെ ഒറിജിനൽ കാട്ടിനുള്ള റീസോൾഡ് ടയർ അല്ല, ഒറിജിനൽ ടയർ ആണ്. ഇത് നമ്മൾ മാറ്റി കൊടുക്കും. ചേഞ്ച് ചെയ്യുന്ന ടയറുകളെല്ലാം ഒറിജിനൽ. ഇതുപോലത്തെ നല്ല പക്ക ബ്രാൻഡ് ടയർ ആണ് മാറ്റി കൊടുക്കുന്നത്. അപ്പൊ ഈ വണ്ടിക്ക് ഫ്രണ്ട് ടയർ മാറ്റി നമുക്ക് ഏകദേശം ഒരു 66,000 രൂപ കൊടുക്കാം. 2022 മോഡൽ 66,000. അതെ, 10,000 രൂപ 15,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് വിടാൻ പറ്റുന്നതാണ്. അടുത്ത വീണ്ടും DODX. പിന്നെ വീണ്ടും DODX ആണ്. നമുക്ക് 2021 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 62,000 രൂപയ്ക്ക് ഇതും കൊടുക്കാൻ പറ്റും. 62,000 ഫിനാൻസ് കിട്ടുന്നുണ്ട്. എല്ലാ വണ്ടിക്കും സ്കൂട്ടർ എല്ലാം 15 രൂപ താഴെ ഇറക്കാൻ പറ്റും. എടുത്തെടുത്ത് പറയുന്നില്ല. വീണ്ടും DO ഇരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് 2024 മോഡൽ വണ്ടി. ഇത് നമുക്ക് നല്ല കിടിലം വണ്ടിയാണ്. 10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അത് വീണ്ടും DO. അത് 2020 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 52,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 52,000 രൂപ നമുക്ക് സിംഗിൾ ഓണർ വണ്ടി. 52,000 രൂപ 10 രൂപ 15 ഡൗൺ പേയ്മെന്റ് നമുക്ക് ആ വണ്ടി ഇറക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ 2 എൻടോർക്ക് ഇരിക്കുന്നുണ്ട്. ഇത് എൻടോർക്ക് റേസ് എഡിഷൻ ഉണ്ട്, നോർമൽ ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2021 മോഡല് സെക്കൻഡ് ഓണറിൽ വന്ന വണ്ടി. നല്ല ക്ലീൻ പീസ് വണ്ടി. 2 ടയറും പുത്തൻ ടയറുകളാണ്. 2 ടയറും പുത്തൻ ടയർ ഉണ്ട്. പുത്തൻ 2 ടയറും കാര്യങ്ങളൊക്കെ വന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. വെറും 60,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് 10,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത DO നോർമൽ. അടുത്ത DO നോർമൽ 2019 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 46,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 45 കൊടുക്കാം. പിന്നെ 45 കൊടുക്കാം. 45,000 രൂപ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നല്ല വണ്ടിയാണ്. DOയുടെ ഫസ്റ്റ് എഡിഷൻ വണ്ടിയാണ്. അടുത്തത് റേസ് ഡാർ 2020 മോഡൽ റേസ് ഡാറാണ്. 20 മോഡൽ ഏകദേശം ഇതും ഹൈബ്രിഡ് ബ്ലൂ കോർ വണ്ടിയാണ്. വണ്ടി പക്ക ക്ലീൻ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഹൈബ്രിഡിന്റെ അത്ര ഉണ്ടാവില്ല, എന്നാലും മൈലേജ് കിട്ടും. ഒരു 50 കിട്ടും. കിട്ടിയാൽ മതി. സ്കൂട്ടർ അല്ലേ? എന്ത് വില കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 58,000 രൂപ കൊടുക്കാൻ പറ്റും. 58,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇത്രയും വണ്ടികളുടെ കളക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് നമ്മുടെ ഷോപ്പിന്റെ പേര് മറന്നുപോയി. M17 മോട്ടോ. M70 M എന്ന് പറഞ്ഞ മാഹിൻ. ഈ 17 ആരാ? 17 അത് നമ്മുടെ ലോക്കല് വന്നതാണ്. ലോക്കൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ആണോ? രജിസ്ട്രേഷൻ നമ്പർ അല്ല, എറണാകുളം തന്നെയുള്ള. എന്നാലും 17 എന്താ? 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. പ്രായമാണോ? പ്രായമല്ല. അല്ല, എനിക്കൊന്നിട്ട് 17-ാം വയസ്സിലായിരിക്കും ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി. അപ്പൊ ആ ഒരു ഇതിലായിരിക്കും. അതെയാ, അത് കറക്റ്റാണ്. അപ്പൊ എറണാകുളം ജില്ലയിൽ വൈറ്റില ഹബ്ബ് കഴിഞ്ഞ് നമ്മുടെ വൈറ്റില മേൽപ്പാലത്തിന്റെ താഴെ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തൊക്കെയാണ് ഈ സംഭവം വരുന്നത്. അതായത് സബ് റോഡ് എന്ന് പറയാൻ പറ്റൂലേ, പഴയ ബസ് സ്റ്റോപ്പ്. അതെ, പഴയ ബസ് സ്റ്റോപ്പ്, സർവീസ് റോഡിൽ. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിന്റെ അമ്മച്ചി കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുത്തേക്കാം. M17 മാറിപ്പോയി. ഒരുപാട് ഷോപ്പ് ഉണ്ടല്ലോ. M17 മോട്ടോപ്പ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുത്തേക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ട ഏകദേശം 35-40 വണ്ടികളുടെ
3-4 ഫോട്ടോസ്, ഡീറ്റെയിൽസ്, എത്ര ഡൗൺ പേയ്മെന്റ്, എമൗണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഫോളോ ചെയ്തേക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. ഇനി വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാം. നമ്പർ കൊടുത്തേക്കട്ടെ, ഏതൊക്കെ സമയത്ത് വിളിക്കാൻ പറ്റും? 24 hours രാത്രി 12 മണിക്ക് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും. 1 മണിക്ക് ശേഷം ഞാൻ ഫോൺ എടുക്കും. 1 മണിക്ക് കിടന്നുറങ്ങും. 1 മണിക്ക് കിടന്നുറങ്ങണം. അപ്പൊ ഇപ്പൊ നൈറ്റിന്റെ കേസ് ഉള്ളത് വിദേശത്തുള്ളവർക്ക് മിക്കവാറും ആ സമയത്ത് ആളെ കൺവിൻസ് ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, രാവിലെ നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഈ വണ്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വിളിക്കാൻ മതി. കാരണം നമ്മൾ വീഡിയോ ഇട്ടാലും വീഡിയോ ഇടുമ്പോൾ സെയിലാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, അങ്ങനെ സെയിലാവും. അതുകൊണ്ട് തന്നെ വണ്ടി ഉണ്ടോ എന്ന് അവൈലബിലിറ്റി നോക്കിയ ശേഷം മാത്രം വിളിക്കാം. അപ്പൊ ഈ ഇതിൽ പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ വില കുറച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും കുറച്ചും കൂടി വില കുറച്ചൊക്കെ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ വെള്ളവും സബ്സും ഒക്കെ കൊടുക്കോ? എല്ലാം കൊടുക്കുന്നതാണ് ഫണ്ണായിട്ട് പറഞ്ഞാണ്. അപ്പൊ മാഹിൻ ബ്രോ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമുക്ക് തുടക്കത്തിലായതുകൊണ്ട് നമുക്ക് കുറച്ച് വണ്ടികൾ കുറവുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾക്ക് പക്ഷെ ആൾക്ക് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം വാപ്പാനെ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ആള് സിംഗിൾ ആയിട്ട് വണ്ടിയുടെ റീലൊക്കെ ചെയ്യണ്ട, പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ കൊടുത്തേക്ക്. ഓക്കെ, താങ്ക് യു.